ഇന്ന് നമ്മൾ എക്സാം ഓറിയന്റഡ് ക്ലാസ്സിലെ 7th യൂണിറ്റ് ആണ് വിശകലനം ചെയ്യുന്നത്. 7th യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോ യൂണിറ്റ് 7 പ്രൊഡക്ഷൻ വിത്ത് 2 and more variable inputs. പ്രൊഡക്ഷൻ വിത്ത് 2 and more variable inputs. ഉൽപാദനവും അതേപോലെ തന്നെ കൂടുതൽ വേരിയബിൾ ഇൻപുട്സും തമ്മിലുള്ള ആ റിലേഷനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ വിശകലനം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്ററുകളിലും എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോരുന്നത്. അതുകൊണ്ട് തന്നെ 7th ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോ യൂണിറ്റ് 7ല് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ ഇൻപുട്സ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മോർ വേരിയബിൾ ഇൻപുട്സ് ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ടോപ്പിക്കില് പഠിക്കുന്നത് 2 വേരിയബിൾ ഇൻപുട്സ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ ഇൻപുട്സ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഐസോകാണ്ട്. 2 വേരിയബിൾ ഇൻപുട്സ് എന്ന് പറയുമ്പോൾ ഏതാണ് പഠിക്കേണ്ടത്? അതിലെ ഐസോകാണ്ട്. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ ഓഫ് ഐസോകാണ്ട് എന്തായെന്ന് നോക്കാം. An isochond is the locus of all the combination of 2 factors of production that yield the same level of output. Isochond is the locus of all the combination of 2 factors. കോമ്പിനേഷൻ താരതമ്യം ചെയ്യുന്നു. എന്തിന്? 2 ഫാക്ടേഴ്സിന്. ഇവിടെ പ്രൊഡക്ഷനിൽ ഉൽപാദനത്തിന് 2 ഫാക്ടേഴ്സിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു? കോമ്പിനേഷൻ ചെയ്യുക. എന്നിട്ട് എന്ത് കിട്ടും? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പൊ ഒരേപോലത്തെ ഔട്ട്പുട്ടുകൾ ലഭ്യമാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഐസോകാണ്ട്. ഐസോകാണ്ട് ഡെഫിനിഷൻ ഓഫ് ഐസോകാണ്ട്. ഐസോകാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? an isochond is the locus of all the combination of 2 factors of production that yield the same level of output. അതായത് 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ തമ്മിൽ കോമ്പിനേഷൻ ചെയ്ത് ഒരേപോലെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ഐസോകാണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പരീക്ഷയ്ക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഐസോകാണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക, പിന്നെ അതിന്റെ ടേബിൾ വരയ്ക്കുക, അതേപോലെ തന്നെ അതിന്റെ കർവ് വരയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോ ഇവിടെ നമ്മളുടെ ടോപ്പിക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ ഇൻപുട്ട്. ആ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ 2 വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഐസോകാണ്ട് ആണ്. ഇനി വാട്ട് ഈസ് മീൻ ബൈ ഐസോകാണ്ട്? എന്താണ് ഐസോകാണ്ട്? An isochond is the locus of all the combination of 2 factors of production that yield the same level of output. ഐസോകാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊക്കെ 2 factors of productionനെ 2 factors of productionനെ തമ്മിൽ കോമ്പിനേഷൻ നടത്തുകയും എന്നിട്ട് എന്ത് കിട്ടുന്നു? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ലഭ്യമാകുന്നതിനെയാണ് അവിടെ എന്ത് പറയുന്നത്? ഐസോകാണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐസോകാണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേബിളിലേക്ക് നോക്കാം. ഐസോകാണ്ട് ടേബിൾ ഷോവിങ് കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. അവിടെ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് ആരാ വരുന്നത്? ലേബറും ക്യാപിറ്റലും. ഐസോകാണ്ടിലെ ടേബിളില് നമ്മള് 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തമ്മിലുള്ള കോമ്പിനേഷൻ ആണ്. ആ കോമ്പിനേഷനിലൂടെ കിട്ടുന്ന ഔട്ട്പുട്ടാണ്, സെയിം ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഐസോകാണ്ട് എന്ന് നമ്മൾ തിയറി പഠിച്ചു. ഇനി അത് ടേബിളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നോക്കാം. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലേബറും ഉണ്ട്, ക്യാപിറ്റലും ഉണ്ട്. അപ്പൊ അവിടെ പ്രോസസ്സ് നോക്കൂ, ടേബിൾ നോക്കിക്കോളൂ. 1 തൊട്ട് 6 വരെയാണ് പ്രോസസ്സ് കൊടുത്തിട്ടുള്ളത്. ലേബർ എന്ന് പറയുന്നത് 1ല് 1 തന്നെ, ക്യാപിറ്റല് 10, 2ല് ലേബർ 2, എന്നാല് ക്യാപിറ്റല് 7, ലേബർ 3, ക്യാപിറ്റൽ 5, ലേബർ 4, ക്യാപിറ്റലും 4. ഇവിടെയാണ് ഐസോകാണ്ട്. മനസ്സിലായോ? ഇവിടെയാണ് നമ്മളുടെ, കാരണം ലേബറും ക്യാപിറ്റലും ഈക്വൽ ആകുമ്പോഴാണ് ഏത് തിയറിയിലേക്ക് നമ്മൾ എത്തുന്നത്?
സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇതാണ് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇതാണ് ഐസോകാർഡ്. ഓക്കെ, അതുകൊണ്ട് പിന്നെ ലേബർ 6 ആകുമ്പോ ക്യാപിറ്റൽ 3 ആകുന്നു, ലേബർ 9 ആകുമ്പോ ക്യാപിറ്റൽ 2 ആകുന്നു. ഇതാണ് നമ്മുടെ ടേബിൾ. ഇനി ഈ ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കർവിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇവിടെ 1 തൊട്ട് 10 വരെ ഹൊറിസോണ്ടൽ എക്സിന്റെ ഭാഗത്തും 1 തൊട്ട് 10 വരെ വൈന്റെ ഭാഗത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം y ആക്സിസ് ക്യാപിറ്റൽ ആയിട്ടും എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. എക്സിന്റെ ഭാഗം ഹൊറിസോണ്ടൽ ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. താഴെ ഭാഗം എക്സ് ആക്സിസ് എപ്പോഴും ഹൊറിസോണ്ടൽ ആയിരിക്കും. അതേപോലെ തന്നെ വൈന്റെ ഭാഗം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നോക്കൂ 2. അപ്പൊ ലേബർ 2 ആയിരിക്കുമ്പോ ക്യാപിറ്റല് 7. ഇനി ലേബർ 4 ആയിരിക്കുമ്പോൾ ക്യാപിറ്റലും എന്തെന്നെയാണ്? 4 തന്നെയാണ്. ഇവിടെയാണ് നമ്മളുടെ ഐസോകാർഡ് ഇവിടെയാണ് ഉള്ളത്. പിന്നെ ലേബർ 6 ആയിരിക്കുമ്പോൾ ക്യാപിറ്റൽ എത്രയായി? 3 ആയി, കുറഞ്ഞു വന്നു അല്ലെ. ലേബർ 6 ആയിരിക്കുമ്പോൾ ക്യാപിറ്റൽ എത്രയായി? 3 ആയി. പിന്നെ ലേബർ 9 ആകുമ്പോൾ, അത് വരച്ചിട്ടില്ല, വരയ്ക്കും വേണമെങ്കിൽ കാണിച്ചു തരാം. ലേബർ 9 ആയിരിക്കുമ്പോൾ ക്യാപിറ്റൽ എത്രയായി മാറുന്നുണ്ട്? ഒരു മിനിറ്റ്, ഇവിടെ കാണിക്കാം. ഇങ്ങനെ വരും. അപ്പൊ അത് വരയ്ക്കണം എന്നില്ല, ഇതുവരെ മതി നിങ്ങളുടെ ഡയഗ്രാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഐസോകാർഡ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ആദ്യം അതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക, ടേബിൾ വരയ്ക്കുക, ടേബിൾ വരച്ചതിന് ശേഷം കർവ് വരയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ 7th ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. അടുത്ത ടോപ്പിക് ഏതാ എന്ന് നമുക്ക് നോക്കാം. 7th ചാപ്റ്ററിൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഐസോകാർഡ്. ഐസോകാർഡുകളുടെ ടൈപ്പുകൾ ഏതൊക്കെ, തരങ്ങൾ ഏതൊക്കെയാണ്? കോൺവെക്സ് ഐസോകാർഡ്, ലീനിയർ ഐസോകാർഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകാർഡ്. ഐസോകാർഡിന്റെ തരങ്ങൾ 3 എണ്ണാണുള്ളത്. കോൺവെക്സ് ഐസോകാർഡ്, ലീനിയർ ഐസോകാർഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകാർഡ്. കോൺവെക്സ് ഐസോകാർഡ് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി തന്നിട്ടുണ്ട്. കോൺവെക്സ് ഐസോകാർഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം ഷേപ്പ് എന്നാ പറയണേ? ദ ഷേപ്പ് ഓഫ് കർവ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദ ഷേപ്പ് ഓഫ് കർവ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. താഴെ നിന്നും മുകളിലേക്ക്, ഡൗൺവാർഡ് താഴേക്കാണ് പോരുന്നത്. മാത്രല്ല ഇടതു നിന്നും വലതു ഭാഗത്തേക്കായിരിക്കും അതിന്റെ കർവ് വരിക. അതാണ് കോൺവെക്സ് ടു ഐസോകാർഡ്, കോൺവെക്സ് ഐസോകാർഡ്. അടുത്തത് ലീനിയർ ഐസോകാർഡ്. ലീനിയർ ഐസോകാർഡിന്റെ പ്രത്യേകത എന്താ? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. എന്താ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി എന്നാൽ? പൂർണ്ണമായിട്ടും പകരം വെക്കാവുന്ന ഗുഡുകളാണ് ഏത്? ലീനിയർ ഐസോകാർഡ്. ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആയിരിക്കും ഏത്? ലീനിയർ ഐസോകാർഡ്. അടുത്ത പോയിന്റ് ആണ് ഏത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകാർഡ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകാർഡിന്റെ പ്രത്യേകത എന്താണ്? when factors of production are not substitute. ഇവിടെ factors of productionല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, ബട്ട് കോംപ്ലിമെന്ററി. ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകാർഡ് ആയിരിക്കുമ്പോ എന്താണ്? അതൊരു കോംപ്ലിമെന്ററി ആണ്. അതിന് ടെക്നിക്കൽ കോഎഫിഷ്യന്റ് ആർ ഫിക്സഡ്. അവിടെ ടെക്നിക്കൽ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ഫിക്സഡ് ആയിരിക്കാം. അപ്പൊ കുട്ടികളെ, ഈ 7th ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഏത്? ടൈപ്സ് ഓഫ് ഐസോകാർഡ്. ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്? കോൺവെക്സ് ഐസോകാർഡ്, ലീനിയർ ഐസോകാർഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകാർഡ്. അതില് കോൺവെക്സ് ഐസോകാർഡ് ആയിരിക്കുമ്പോൾ എന്താ പ്രത്യേകത? അത് ഡൗൺവാർഡ് ഫ്ലോപ്പ് ആയിരിക്കും, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഇനി ലീനിയർ ഐസോകാർഡ് ആയിരിക്കുമ്പോ എന്താ പ്രത്യേകത? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളായിരിക്കും. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് പൂർണ്ണമായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും, പകരം വെക്കാൻ കഴിയുന്നതായിരിക്കും.
ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകാർഡ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? അത് ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആയിരിക്കില്ല, അത് കോംപ്ലിമെന്ററി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബട്ട് കോംപ്ലിമെന്ററി ടെക്നിക്കൽ കോഎഫിഷ്യന്റ് ആർ ഫിക്സഡ് എന്നാണ് പറയുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകാർഡ് ആയിരിക്കുമ്പോൾ അത് ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി അല്ല. when factors of production are not substitute, അത് ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ബട്ട് പിന്നെ എങ്ങനെയാണ്? അതൊരു കോംപ്ലിമെന്ററി ടെക്നിക്കൽ കോഎഫിഷ്യന്റ് ആയിരിക്കും. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഐസോകാർഡ് മാപ്പാ. ഐസോകാർഡ് മാപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കർവ് വരച്ചിട്ടാ മതി. എന്താണ് ഇവിടെ? നമുക്കറിയാം താഴഭാഗം ലേബറും സൈഡ് ഭാഗം, അതായത് ഹൊറിസോണ്ടലില് ലേബർ കൊടുത്തു, വെർട്ടിക്കലില് ക്യാപിറ്റൽ കൊടുത്തു. ഇവിടെ P1 ഈക്വൽ 100 യൂണിറ്റ്, P2 ഈക്വൽ 200 യൂണിറ്റ്, P3 ഈക്വൽ 300 യൂണിറ്റ് ആൻഡ് P4 ഈക്വൽ 400 യൂണിറ്റ്. അങ്ങനെ യൂണിറ്റുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ യൂണിറ്റുകൾ P1, P2, P3, P4, P5 അങ്ങനെ അനന്തമായി പോകുന്നതാണ് ഏത്? ഐസോകാർഡ് മാപ്പ്. ഇപ്പൊ എന്താണ് ഐസോകാർഡ് മാപ്പ് എന്ന് പറഞ്ഞാല്? P1 ആയിരിക്കുമ്പോൾ 100 യൂണിറ്റ് ആയിരിക്കും, P2 ആയിരിക്കുമ്പോൾ 200 യൂണിറ്റ് ആയിരിക്കും, P3 ആയിരിക്കുമ്പോൾ 300 യൂണിറ്റ് ആയിരിക്കും, P4 ആയിരിക്കുമ്പോൾ 400 യൂണിറ്റ് ആയിരിക്കും. അങ്ങനെ യൂണിറ്റുകൾ പ്രൈസിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് യൂണിറ്റിലും മാറ്റം സംഭവിക്കുന്നതാണ് ഏത്? ഐസോകാർഡ് മാപ്പ്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകാർഡ്. പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകാർഡ്. ഐസോകാർഡിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? പ്രധാനമായും 4 എണ്ണാണുള്ളത്. നിങ്ങളെ കയ്യിലുള്ള മെറ്റീരിയലിൽ നോക്കിക്കഴിഞ്ഞാൽ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടായിരിക്കും. അതിന്റെ വിശദീകരണം കൂടി നിങ്ങൾ പഠിക്കണം. അപ്പൊ പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരാം. ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകാർഡ്? ഐസോകാർഡ് ആർ നെഗറ്റീവ്ലി ഫ്ലോപ്ഡ്. ഐസോകാർഡിന്റെ പ്രോപ്പർട്ടിയാണ് എന്ത്? ഐസോകാർഡ് എപ്പോഴും ഒരു നെഗറ്റീവ്ലി ഫ്ലോപ്ഡ് ആയിരിക്കും, ഡൗൺവാർഡ് ഫ്ലോപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ്ലി ആവാനുള്ള കാരണം. പിന്നെന്താണ്? എ ഹയർ ഐസോകാർഡ് റെപ്രസെന്റ് എ ലാർജ് ഔട്ട്പുട്ട്. ഹയർ ഐസോകാർഡ് റെപ്രസെന്റ് എ ലാർജ് ഔട്ട്പുട്ട്. ലാർജ് ഔട്ട്പുട്ട് ആയിരിക്കും ഏതിന്ന് കിട്ടുക? ഹയർ ഐസോകാർഡിൽ നിന്നും ലഭ്യമാകുക. അപ്പോ എ ഹയർ ഐസോകാർഡ് റെപ്രസെന്റ് എ ലാർജ് ഔട്ട്പുട്ട്. മൂന്നാമത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? നോ ടു ഐസോകാർഡ് ഇന്റർസെക്ട് ഓർ ടച്ച് ഈച്ച് അതർ. 2 ഐസോകാർഡുകൾ തമ്മിൽ ഇന്റർസെക്റ്റോ അല്ലെങ്കിൽ ടച്ച് ചെയ്തോ നിൽക്കുന്നു. നോ ടു ഐസോകാർഡ് ഇന്റർസെക്ട് ഓർ ടച്ച് ഈച്ച് അതർ. നോ എന്നാ പറയണേ. ഐസോകാർഡുകള് ഒരിക്കലും ടച്ച് ചെയ്ത് നിൽക്കുന്നില്ല. കണ്ടോ? ടച്ച് ചെയ്യണില്ല. ഇത് ഐസോകാർഡുകൾ കർവുകളാണ്. ഇതൊന്നും ടച്ച് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നോ ടു ഐസോകാർഡ് ഇന്റർസെക്ട് ഓർ ടച്ച് ഈച്ച് അതർ എന്ന് പറയാനുള്ള കാരണം ഐസോകാർഡ് കർവുകൾ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. 2 കർവുകൾ തമ്മിൽ പരസ്പരം ടച്ച് ചെയ്യുന്നില്ല. 4ാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? ഐസോകാർഡ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. ഐസോകാർഡിന്റെ കർവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഐസോകാർഡിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഐസോകാർഡിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ്സും അതിന്റെ വിശദീകരണങ്ങളും കൂടി നിങ്ങൾ എഴുതി വെക്കണം. ഇതാണ് ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ട് പറയാനുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് സെവറൽ വേരിയബിൾ ഇൻപുട്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് സെവറൽ വേരിയബിൾ ഇൻപുട്ട്. അതായത് ഈ ചാപ്റ്റർ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് സെവറൽ വേരിയബിൾ ഇൻപുട്ട്. പ്രധാനമായും 3 വേരിയബിൾ ഇൻപുട്ട് ആണുള്ളത് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ. ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ. അപ്പോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് സെവറൽ വേരിയബിൾ ഇൻപുട്ട് എന്ന ടോപ്പിക്കില് 3 ഇൻപുട്ടുകളാണ് ഇവിടെ കാണിക്കുന്നത്. increasing returns to scale, constant returns to scale, diminishing returns to scale. അപ്പോ ഈ 7th ചാപ്റ്ററിൽ നിന്നും ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള 5 ടോപ്പിക്കുകളാണ് ടീച്ചർ പറഞ്ഞു തന്നെ. ആദ്യം പറഞ്ഞു തന്നത് ഏതാ?
പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ ഇൻപുട്സ്. അതേതാണ്? ഐസോകാർഡ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ടേബിളും കറവും. അതേപോലെ പിന്നെ അടുത്തത് ടൈപ്സ് ഓഫ് ഐസോകാർഡ്. അതിൽ 3 എണ്ണം വരിക: കോൺവെക്സ് ഐസോകാർഡ്, ലീനിയർ ഐസോകാർഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകാർഡ്. പിന്നെ നമ്മൾ എടുത്തതാണ് ഐസോകാർഡ് മാപ്പ്. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകാർഡ് എടുത്തു. പിന്നെ നമ്മൾ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് സെവറൽ വേരിയബിൾ ഇൻപുട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ? ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. അതേപോലെ ഇതിന്റെ വിശകലനം കൂടി നിങ്ങൾ നന്നായി നോക്കണം. ഇത്രയും കാര്യങ്ങളായി ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കിയതാണ് 7th യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് ടീച്ചർ പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്ത എക്സാം ഓറിയന്റഡ് യൂണിറ്റ് ആണ് യൂണിറ്റ് 8, ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിനുള്ള ചെലവുകൾ. ഈ 8th ചാപ്റ്ററില് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇവിടെ വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ചാപ്റ്ററിന്റെ പേര് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന് വരുന്ന ചെലവുകൾ. അതില് നമുക്ക് നോക്കാം ഫസ്റ്റ് ടോപ്പിക്. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ദ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് എന്ന ആശയം, ദ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ്. അത് പ്രൈവറ്റ് കോസ്റ്റും ഉണ്ട്, സോഷ്യൽ കോസ്റ്റും ഉണ്ട്. കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഇവിടെ: പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ്. പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? പ്രൈവറ്റ് കോസ്റ്റിന്റെ ഗോള്, ലക്ഷ്യം എന്തായിരിക്കാം? പ്രൈവറ്റ് കോസ്റ്റ് എപ്പോഴും പരമാവധി ലാഭം നേടുന്നതിന് വേണ്ടി, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെലവഴിക്കുന്ന എമൗണ്ട് ആണ് ഏത്? പ്രൈവറ്റ് കോസ്റ്റ്. എന്നാൽ സോഷ്യൽ കോസ്റ്റ് ആയിരിക്കുമ്പോൾ എന്താണ്? സോഷ്യൽ കോസ്റ്റിന്റെ ലക്ഷ്യം എന്തായിരിക്കാം? വെൽഫെയർ, മാക്സിമം വെൽഫെയർ, വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുക എന്നതാണ് സോഷ്യൽ കോസ്റ്റിന്റെ ലക്ഷ്യമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ഈ യൂണിറ്റിലെ ആദ്യമായി വരുന്ന ടോപ്പിക്കാണ് കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ്. ആ കോസ്റ്റ് എന്ന ആശയത്തിൽ 2 രീതിയിലാണ് കോസ്റ്റ് വരുന്നത്: പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ്. ഇനി പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈവറ്റ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കിക്കോളൂ. ദ ഫേം ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ് ടു അറ്റൈൻ ദ ഗോൾ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് ഗൈഡഡ് എൻറ്റയർലി ബൈ ദ പ്രൈവറ്റ് കോസ്റ്റ് കൺസിഡറേഷൻ. പ്രൈവറ്റ് കോസ്റ്റ് എന്തിനെയാണ് പരിഗണിക്കുന്നത്? പരമാവധി ലാഭം ഏൺ ചെയ്യുക എന്നതാണ് ഏതിന്റെ ലക്ഷ്യം? പ്രൈവറ്റ് കോസ്റ്റിന്റെ ലക്ഷ്യം. അപ്പൊ കുട്ടികളെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ഈ യൂണിറ്റില് നമ്മൾ ചെലവുകളെ പറ്റിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ചെലവുകളുണ്ട്: പ്രൈവറ്റ് കോസ്റ്റ് ഉണ്ട്, സോഷ്യൽ കോസ്റ്റ് ഉണ്ട്. സോഷ്യൽ കോസ്റ്റ് എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? വെൽഫെയർ സ്റ്റേറ്റ്, അല്ലെങ്കിൽ മാക്സിമം വെൽഫെയർ, പരമാവധി ക്ഷേമം സൃഷ്ടിക്കുക എന്നതാണ് സോഷ്യൽ കോസ്റ്റിന്റെ ലക്ഷ്യമെങ്കിൽ, പ്രൈവറ്റ് കോസ്റ്റിന്റെ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്, പരമാവധി ലാഭം നേടുക എന്നതാണ് ഏതിന്റെ ലക്ഷ്യം? പ്രൈവറ്റ് കോസ്റ്റിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കോസ്റ്റ് 3 കാര്യങ്ങളെയാണ് ഇവിടെ ബേസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, the purchase price of the factors of production employed in production process. എന്താണ്? The purchase price of the factors of production employed in production process. Second one, input price of the resources provided by the producer himself. And the third one, normal profit. ഇത്രയും 3 കാര്യങ്ങളാണ് ഏത് ഫോളോ ചെയ്യുന്നത്? പ്രൈവറ്റ് കോസ്റ്റ്. സോഷ്യൽ കോസ്റ്റ് ഓൾറെഡി എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വരുന്ന ചെലവാണ് സോഷ്യൽ കോസ്റ്റ്? വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുക എന്നതാണ് ഏതിന്റെ ലക്ഷ്യം? സോഷ്യൽ കോസ്റ്റിന്റെ ലക്ഷ്യം. എന്നാൽ പ്രൈവറ്റ് കോസ്റ്റ് എന്തിനെ ബേസ് ചെയ്യുന്നു? ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എംപ്ലോയ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. സെക്കൻഡ് വൺ, imputed price of the resources provided by the producer himself. And third one, normal profit. ഇതാണ് പ്രൈവറ്റ് കോസ്റ്റ് വ്യക്തമാക്കി തരുന്നത് നമുക്ക്.
ഇനിയും ചെലവുകളുണ്ട്, പല രീതിയിലുള്ള ചെലവുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തതാണ് മണി കോസ്റ്റ്. മണി കോസ്റ്റ് തന്നെ രണ്ട് രീതിയിലുണ്ട്, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. മണി കോസ്റ്റിന് തന്നെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് അത്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നും ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്നും. ഇനി എന്താണ് മണി കോസ്റ്റ് എന്ന് നോക്കാം. The money cost of production of any output is considered to be equivalent to the total monetary sacrifice made obtain the output. മണി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുല്യമായിട്ട് പണം എന്ത് ചെയ്യുന്നു? സാക്രിഫൈസ് ചെയ്യുന്നു, ത്യജിക്കുന്നു. പണം ത്യജിച്ചുകൊണ്ട്, ത്യജിക്കുക പറഞ്ഞാൽ എന്താ? പണം ചെലവഴിക്കുന്നു. അങ്ങനെ പണം ത്യജിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്ത് ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നു? ഔട്ട്പുട്ട് ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മണി കോസ്റ്റ് എന്ന് പറയുന്നത്. പണം ചെലവഴിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ഏൺ ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുക? മണി കോസ്റ്റ്. മണി കോസ്റ്റ് തന്നെ രണ്ട് രീതിയിലുണ്ട്, എക്സ്പ്ലിസിറ്റും ഉണ്ട് ഇംപ്ലിസിറ്റും ഉണ്ട്. അതേപോലെ തന്നെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അടുത്തതാണ് റിയൽ കോസ്റ്റ്. എന്താ റിയൽ കോസ്റ്റ് പറഞ്ഞാൽ? യഥാർത്ഥത്തിലുള്ള ചെലവ്. നമുക്കറിയാം യഥാർത്ഥത്തിലുള്ള ചെലവ് എന്ന് പറയുമ്പോൾ ദൈനംദിന ഡേ ടു ഡേ കോസ്റ്റ് ആണ്, ദൈനംദിന ചെലവുകളാണ്. റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡേ ടു ഡേ കോസ്റ്റ് ആണ്. എന്താണ് ഡേ ടു ഡേ കോസ്റ്റ് പറഞ്ഞാല്? യഥാർത്ഥത്തിലുള്ള ചെലവുകൾ. നമുക്ക് നിത്യേന പലതരത്തിലുള്ള ചെലവുകൾ നടക്കുന്നുണ്ട്. നമുക്ക് ജോലിക്ക് പോരണം, അപ്പൊ നമുക്ക് ട്രാവലിംഗ് ചാർജ് വരും, നമുക്ക് ഫുഡ് വാങ്ങണം, നമുക്ക് അതേപോലെ തന്നെ നമുക്ക് അസുഖം ബാധിച്ചാൽ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ദൈനംദിന പ്രവർത്തികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ചെലവിനെയാണ് റിയൽ കോസ്റ്റ് എന്ന് പറയാ. അതേപോലെ തന്നെ നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ബേസിക് നീഡ്സുകളായിട്ടുള്ള എന്തൊക്കെയാണ് ബേസിക് നീഡ്സ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം. അതാണ് ബേസിക് നീഡ്സ് അഥവാ അടിസ്ഥാന ആവശ്യങ്ങൾ. നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഫുഡും അതേപോലെ തന്നെ ഷെൽട്ടറും അതേപോലെ എഡ്യൂക്കേഷനും ഇതൊക്കെ നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? അവിടെ ചെലവ് ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവുകളെയാണ് എന്ത് പറയുന്നത്? റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു ചെലവാണ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ മുൻകാലങ്ങളിൽ നമുക്ക് വന്ന ചെലവുകളെ കണക്കാക്കുന്നതാണ് ഏത്? സങ്ക് കോസ്റ്റ്. അതായത് നമുക്ക് പാസ്റ്റില് നമുക്ക് കഴിഞ്ഞു പോയ ചെലവുകളെ ഒന്നിച്ച് കണക്കാക്കുന്നതാണ് ഏത്? സങ്ക് കോസ്റ്റ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം എത്ര ചെലവ് വന്നു, അതിന്റെ മുന്നത്തെ വർഷം എത്ര ചെലവ് വന്നു, അങ്ങനെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഉണ്ടായ ചെലവുകളെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സങ്ക് കോസ്റ്റ്. നെക്സ്റ്റ് ആണ് ഇൻക്രിമെന്റൽ കോസ്റ്റ്. എന്താണ് ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചെലവ് വർദ്ധിക്കുന്നതിനെയാണ് ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയാ. നമ്മൾ വിചാരിക്കാതെ നമുക്ക് പല ചെലവുകളും വരും. ഈ മാസം നമ്മള് 30,000 രൂപ കൊണ്ട് വീട്ടിലെ എല്ലാ ചെലവുകളും മാനേജ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു വിചാരിക്കുക. അപ്പൊ നമ്മളത് വിചാരിക്കാത്ത ചെലവാണ് അല്ലെ, അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വരുന്ന ചെലവാണ്. അപ്പൊ അത്തരത്തിൽ നമ്മളുടെ ചെലവ് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ചെലവ് വർദ്ധിക്കുന്നതാണ് ഏത് കോസ്റ്റ്? ഇൻക്രിമെന്റൽ കോസ്റ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്കണോമിക് കോസ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ്. എക്കണോമിക് കോസ്റ്റ് പറഞ്ഞാൽ എന്താ? സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണമാണ് ഏത്? എക്കണോമിക് കോസ്റ്റ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തെയാണ് എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ അക്കൗണ്ടിങ് കോസ്റ്റ് പറഞ്ഞാൽ എന്താ? ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തെയാണ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയാ. അപ്പൊ എക്സാമിന് അക്കൗണ്ടിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സാമിന് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് അക്കൗണ്ടിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ? അവിടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ അത് എക്സാമിന് ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സെയിൽസ് തന്നിട്ടുണ്ടായിരിക്കും. സെയിൽസ് എത്ര തന്നിട്ടുള്ളത്? 2,50,000, 2,60,000 ആണ് ഇവിടെ സെയിൽസ് തന്നിട്ടുള്ളത്. അക്കൗണ്ടിങ് കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് ഇവിടെ പറയണേ. അക്കൗണ്ടിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം സെയിൽസ് നോക്കുക. സെയിൽസ് എത്ര? 2,60,000.
അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗുഡ്സുകൾ വിറ്റതിന്റെ ചെലവ് എത്രയാണ്? 1,18,000, 1,80,000. സാലറി ആയിട്ട് എത്ര പോയിരുന്നത്? 30,000, 30,000. ഡിസ്ക്രിപ്ഷൻ എക്സ്പെൻസ്, ഡിസ്ക്രിപ്ഷൻ എക്സ്പെൻസ് ആയിട്ട് എത്ര പോയിരുന്നത്? 25,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ സെയിൽസ് ഇവിടെ നിൽക്കട്ടെ, സെയിൽസിന് ഇവിടെ നിർത്തുക. എന്നിട്ട് നമ്മള് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും സാലറീസും ഡിസ്ക്രിപ്ഷൻ എക്സ്പെൻസും ഇത്രയും കാര്യങ്ങളെ ആഡ് ചെയ്യുക. ഈ 3 കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 2,35,000. ഈ 2,35,000 സെയിൽസിൽ നിന്നും മൈനസ് ചെയ്യാം. അപ്പോഴാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ എത്ര കിട്ടിയ? 25,000 കിട്ടി. അപ്പൊ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25,000 റുപ്പീസ്, 25,000 രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് അക്കൗണ്ടിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങള് സെയിൽസ് എത്രയും നോക്കുക, സെയിൽസിനെ അവിടെ നിർത്തുക. എന്നിട്ടോ കോസ്റ്റ് ഓഫ് ഗുഡ്സിനെയും സാലറീസിനെയും ഡിസ്ക്രിപ്ഷൻ എക്സ്പെൻസിനെയും ആഡ് ചെയ്യുക. ഈ 3 ആഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. ഏതിന്ന്? സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏത് കിട്ടുന്നത്? അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അപ്പൊ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യണം? സെയിൽസിന് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് ആഡ് ചെയ്തിട്ട് സെയിൽസിൽ നിന്നും മൈനസ് ചെയ്യുമ്പോഴാണ് അക്കൗണ്ടിങ് കോസ്റ്റ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തത് 8ാമത്തെ യൂണിറ്റിൽ നിന്നും ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ 2 തരത്തിലുണ്ട്. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഉണ്ട്. കോസ്റ്റ് ഫംഗ്ഷൻ ഷോർട്ട് റണ്ണും ഉണ്ട്. ഷോർട്ട് റൺ പറഞ്ഞാൽ ഹ്രസ്വകാലഘട്ടം, ലോങ് റൺ പറഞ്ഞാല് ദീർഘകാലഘട്ടം. അപ്പൊ കോസ്റ്റ് ഫംഗ്ഷൻ പ്രധാനമായും 2 രീതിയിലുണ്ട്. ഷോർട്ട് റണ്ണും ഉണ്ട്, ലോങ് റണ്ണും ഉണ്ട്. അതിൽ നമുക്ക് ലോങ് റൺ നോക്കാം. ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ. ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സി എന്ന് പറയുന്നത് കോസ്റ്റ് ആട്ടോ. സി ഫംഗ്ഷൻ ഓഫ് ക്യൂ ടി പി എഫ്. സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, ടി എന്ന് പറഞ്ഞാൽ ടെക്നോളജി, പി എഫ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ദ റിലവന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കാണുക? ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ കുട്ടികളെ കോസ്റ്റ് ഫംഗ്ഷൻ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ചോദിച്ചു കഴിഞ്ഞാല് ഇത്രയും ചെയ്താൽ മതി. ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ എഴുതുക, അതിന്റെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എന്താ? സി ഈക്വൽ ഫംഗ്ഷൻ ഓഫ് ക്യൂ ടി പി എഫ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന്റെ മൊത്തം ഉൽപാദന ചെലവ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, ടി എന്ന് പറഞ്ഞാൽ ടെക്നോളജി, പി എഫ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് റിലവന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് നമുക്ക് കാണാൻ സാധിക്കുക? ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ. അടുത്തതാണ് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ. ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ ആയിരിക്കുമ്പോൾ സി ഈക്വൽ ഫംഗ്ഷൻ ഓഫ് ക്യൂ ടി. ഇവിടെ ബാർ ടി ബാർ പി എഫ് ബാർ കെ എന്ന് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇടാനുള്ള കാരണം എന്താണ്? ഫിക്സഡ് എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പൊ ക്യൂ ഫംഗ്ഷൻ ഓഫ് സി ഈക്വൽ ഫംഗ്ഷൻ ഓഫ് ക്യൂ. ക്യൂ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഔട്ട്പുട്ട്. ബാർ ടി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ടെക്നോളജി. ബാർ പി എഫ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പ്രൈസ് ഓഫ് റിലവന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ബാർ കെ പറഞ്ഞാൽ ഫിക്സഡ് ഫാക്ടേഴ്സ്. ബാർ കെ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഫാക്ടേഴ്സ്. ഇങ്ങനെയാണ് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ കാണിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് തിയറി ഓഫ് കോസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിലെ കോസ്റ്റിന്റെ തിയറികൾ ഏതൊക്കെയാണ്? തിയറി ഓഫ് കോസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ. അതിൽ നിങ്ങൾ തിയറി ഓഫ് കോസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ ചോദിക്കുമ്പോൾ ടി സി ഈക്വൽ ടി എഫ് സി പ്ലസ് ടി വി സി. അതില് എഫ് സി എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് കോസ്റ്റ്. ബി സി പറഞ്ഞാൽ എന്താ? വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ടി എഫ് സി പറഞ്ഞാല് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടി ബി സി പറഞ്ഞാല് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും. ഇതിനെ സൂചിപ്പിക്കുന്ന ഡയഗ്രാമാണ് ടീച്ചർ ഇവിടെ വരച്ചിട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തിയറി ഓഫ് കോസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ ചോദിച്ചു കഴിഞ്ഞാല്
TC ഈക്വൽ TFC പ്ലസ് TVC. ഇനി TFC പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. TVC പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. എപ്പോഴും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ആയിട്ടായിരിക്കും. ഇങ്ങനെയാണ് കർവ് വരിക. ഞാൻ സപ്പോസ് ചെയ്ത് വരച്ചതാണ്. ടേബിൾ വെച്ച് വരയ്ക്കുമ്പോഴും ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഒറ്റ ലൈൻ ആയിട്ടായിരിക്കും വരിക. ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കണ്ടോളൂ, മാറിയും കൊണ്ടാണ്. കാരണം എപ്പോഴും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ, അവിടെയൊക്കെ കൂടി കുറഞ്ഞൊക്കെ വരാം. അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കാനുള്ള കാരണം. ഇനി ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. അപ്പൊ ടോട്ടൽ കോസ്റ്റ്, ഇതാണ് ടോട്ടൽ കോസ്റ്റ് കർവ് കേട്ടോ. ഇത് ടോട്ടൽ കോസ്റ്റ് കർവാണ്. ഇത് എന്ന് പറയുന്നത് ഈ ലൈന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഈ ലൈന് എന്ന് പറയുന്നതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അതേപോലെ തന്നെ എക്സാമിന് നിങ്ങൾക്ക് ലോങ് റണ്ണിലെ കോസ്റ്റുകൾ ചോദിക്കുമ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ആ ടോപ്പിക്കും കൂടി നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ നന്നായിട്ട് നോക്കണം. ഇത് ടീച്ചർ ഷോർട്ട് റൺ ആണ് ഇപ്പൊ ഇതിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലോങ് റൺ ചോദിക്കുമ്പോഴും ലോങ് റൺ കോസ്റ്റ് കർവും ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങളെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയല് നോക്കി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഈ യൂണിറ്റിൽ നിന്നും പറയാനുള്ളത്. ഓക്കെ, ഏതൊക്കെയാ പറഞ്ഞത്? കോസ്റ്റ് എന്ന ആശയം എന്താ പറഞ്ഞു, പ്രൈവറ്റ് കോസ്റ്റ് എന്താ, സോഷ്യൽ കോസ്റ്റ് എന്താ, പ്രൈവറ്റ് കോസ്റ്റ് എന്തൊക്കെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്, പിന്നെ എന്താണ് മണി കോസ്റ്റ്, അതേപോലെ റിയൽ കോസ്റ്റ്, ഫങ്ക് കോസ്റ്റ്, ഇൻക്രിമെന്റൽ കോസ്റ്റ്, അതേപോലെ തന്നെ എക്കണോമിക് കോസ്റ്റ്, അക്കൗണ്ടിങ് കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ കോസ്റ്റ് ഫംഗ്ഷൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഉണ്ട്. അതിൽ ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷനും പറഞ്ഞു, ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനും പറഞ്ഞു. പിന്നെ തിയറി ഓഫ് കോസ്റ്റിന്റെ ഷോർട്ട് റൺ ആണ് ടീച്ചറോട് എഴുതിയിട്ടുള്ളത്. അതേപോലെ ലോങ് റണ്ണും വരുന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തിയറി ഓഫ് കോസ്റ്റിന്റെ ഷോർട്ട് റൺ ഇങ്ങനെയാണ് വരിക: TC ഈക്വൽ TFC പ്ലസ് TVC. TFC എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. TVC പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. അതുകൊണ്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ കർവ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ കർവ് മാറ്റം ഉണ്ടായിരിക്കും. ടോട്ടൽ കോസ്റ്റിന്റെയും മാറ്റം ഉണ്ടായിരിക്കും. അതാണ് ഇങ്ങനെ വരാനുള്ള കാരണം. ഇത് സപ്പോസ് ചെയ്ത് വരച്ചതാണ്. അപ്പൊ നിങ്ങളോട് ഈ തിയറി ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ എഴുതി, തിയറി ഓഫ് കോസ്റ്റിന്റെ ഷോർട്ട് റൺ ചോദിച്ചു കഴിഞ്ഞാൽ TC ഈക്വൽ TFC പ്ലസ് TVC എന്ന് എഴുതിയിട്ട് ഈ ഡയഗ്രം നിങ്ങൾ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ യൂണിറ്റിൽ നിന്നും നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഓക്കെ.